നമസ്കാരം. ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജനാധിപത്യപരമായി നൽകുന്ന ഒരു സ്ഥാനവും ആരുടെയും ഒരു ജനപ്രതിനിധിയുടെയും കുത്തകയല്ല, മറിച്ച് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്, ജനങ്ങൾ നൽകിയതാണത്. അതുകൊണ്ട് തന്നെ അവരെ പുറത്താക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് മാത്രമാണ്. എന്നാൽ രാജ്യസഭാ ചെയർമാനും ഉപരാഷ്ട്രപതിയുമായിട്ടുള്ള ജഗദീപ് ധൻഖറിനെ അങ്ങനെ ഒരു തോന്നൽ ഇല്ലാതില്ല എന്ന് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണിയിലെ 70 പ്രമുഖ എംപിമാർ ഇതിനോടകം തന്നെ പ്രമേയത്തിൽ ഒപ്പിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. രാജ്യസഭാ നടപടികൾ കൈകാര്യം ചെയ്യുന്നതിൽ ധൻഖറിനെതിരെ പ്രതിപക്ഷ നേതാക്കൾക്കിടയിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ആ ഒരു അസംതൃപ്തിയാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് സൂചന. സഭയിൽ പ്രതിപക്ഷത്തെ അടക്കം അധിക്ഷേപിക്കുക എന്ന നിലപാടാണ് ധൻഖർ സ്വീകരിക്കുന്നത്. അതിനെ അവസാനിപ്പിക്കാൻ പ്രതിപക്ഷം പണ്ടേ തീരുമാനമെടുത്തതാണ്. ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കുന്നുവെന്ന് ഇന്ത്യ സഖ്യം ഒന്നടങ്കം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി തുടങ്ങി പ്രമുഖ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെല്ലാം തന്നെ ഈ പ്രമേയവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ എംപിമാരുടെ പ്രസംഗങ്ങൾക്കിടയിൽ പോലും അവയെല്ലാം തന്നെ തടസ്സപ്പെടുത്തുകയും നിർണായകമായിട്ടുള്ള പല വിഷയങ്ങൾ മതിയായ സംവാദം അനുവദിക്കാതെ അവയെല്ലാം തന്നെ അധിക്ഷേപിച്ച് വളരെ പുച്ഛത്തോടുകൂടി തള്ളുകയും തർക്ക വിഷയങ്ങളിൽ പോലും ഭരണകക്ഷിക്ക് അനുകൂലമായി പെരുമാറുകയും ചെയ്യുന്ന ധൻഖറിനെതിരെ സഭയിൽ ഒന്നടങ്കം നിരവധിയായിട്ടുള്ള പരാതി പ്രവാഹമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി ആ കസേരയിൽ ഇരിക്കുന്നത് ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്നാണ് ഇപ്പോൾ എല്ലാ എംപിമാരുടെയും ഒരു നിലപാടെന്ന് പറയുന്നത്. പ്രതിപക്ഷം ഈ വർഷം ആദ്യം തന്നെ രാജ്യസഭാ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ആലോചിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ആദ്യമേ തന്നെ പുറത്തു വന്നിരുന്നു. പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനത്തിനിടെ രാജ്യസഭയിൽ തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സമയം കുറയുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ എംപിമാരടക്കം തന്നെ അന്നും ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉന്നയിച്ചതാണ്. കോൺഗ്രസ് അധ്യക്ഷനും അതോടൊപ്പം തന്നെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള മല്ലികാർജുൻ ഖർഗെയുടെ പ്രസംഗങ്ങൾ പോലും സഭയിൽ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്ക വിഷയമായിരുന്നു. ഖാർഗെയുടെ മൈക്ക് ഒന്നിലധികം തവണ ഓഫ് ആക്കിയത് പോലും വലിയ രീതിയിൽ സഭയിൽ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അത് സഭയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് പോലും ഇടയാക്കിയതാണ്. ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ എന്നുള്ള നിലയിൽ ജഗദീപ് ധൻഖർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പര്യവസാനം കുറിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം. ഇപ്പോൾ രാജ്യസഭയിലെ അംഗബലം പരിശോധിച്ചാൽ തന്നെ BJPയെ സംബന്ധിച്ച് വളരെ നേരിയ മുൻതൂക്കം മാത്രമേ അവർക്കുള്ളൂ എന്നതിനാൽ തന്നെ ചെയർമാൻ്റെ അധിക്ഷേപവും അതോടൊപ്പം തന്നെ ഈ പുച്ഛവും ധിക്കാരവും ഒക്കെ തന്നെ അവസാനിപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടാകുമെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ എല്ലാവരും വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയത്തിൽ BJPയെ അടിച്ചിരുത്താൻ ഇപ്പോൾ പ്രതിപക്ഷത്തിന് സാധിക്കുമെന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ആകെ 125-ൽ താഴെ എംപിമാരുടെ പിന്തുണ മതി എന്നിരിക്കെ ഇപ്പോൾ 70-ലേറെ എംപിമാർ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ BJPക്ക് തീർത്തും ഒരു ക്ഷീണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് അവർക്ക് ഉയർത്തുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.